നിസ്കരിക്കാൻ പോകണം, നിസ്കരിക്കാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്, സുബൈക്ക് ഉണരുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടും കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരാൾ പിടിച്ച് കെട്ടിയിടുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ പഠിച്ചോൻ എൻ്റെ ജീവിതത്തിലില്ല. പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആകെ പരിഹാരം പ്രോപ്പറായിട്ടുള്ള നിസ്കാരമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പഠിച്ചോൻ്റെ അടുത്ത് എത്തിയാൽ മതി, ബാക്കിയെല്ലാം എനിക്ക് കിട്ടും. ആ വിശ്വാസം 100% എനിക്കുണ്ട്. എൻ്റെ മനതാരി തങ്ങളെ കാണുന്നത് വലുതാണ്. വളരെ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് നിസ്കാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നില്ല നിസ്കരിച്ചത്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവം തന്നെ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, എങ്ങനെയാണ് ഇനി നിസ്കരിക്കേണ്ടതെന്നുള്ളത് ഒന്നെനിക്ക് മനസ്സിലായി. മൂന്നാമതായിട്ട് ഒരു സംഗതി എഴുതിയിട്ടുണ്ടായിരുന്നു, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ എഴുതിയതാ. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമല്ലോ, അങ്ങനെ വെറുതെ എഴുതിയതാ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. ആ ഖിയാമിൽ നിന്ന ആ സമയത്ത് എവിടെ നിന്നൊരു എനർജി വരുന്നുണ്ട്. ആ ഖിയാം ഞാൻ ശരിക്കും അനുഭവിച്ചൊരു സമയമായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞതോടുകൂടി ആ പെയിനുകൾ, ആ ബുദ്ധിമുട്ടുകൾ എവിടെ പോയി. നിഷേ